പ്രകാശം കൊടുത്തത് ആ പ്രകാശം മറ്റ് നക്ഷത്രങ്ങളെക്കാ പ്രകാശമാ പൂർണ്ണചന്ദ്രന് കൊടുത്തതുപോലെ ഒരു വിശ്വാസിയായ ആബിദായ അള്ളാഹുവിന് വേണ്ടിയിട്ട് കൊളപ്പുറം കുന്നുംപുറം ചപ്പ്യാല മഹല്ലപ്പിന്റെ മിനാരത്തിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോ മൺവെട്ടി കൊണ്ട് മൺകോരി കൊണ്ട് കുന്താലി കൊണ്ട് പിക്കാസ് കൊണ്ട് മണിയെടുക്കുന്ന പാടത്ത് പണിയെടുക്കുന്ന വിശ്വാസിയായ ആബിദായ മനുഷ്യ, നീ നിന്റെ പണി അവസാനിപ്പിച്ച് കൈകാലും മുഖവും കഴുകിയിട്ട് അങ്ങ് സ്നാനം ചെയ്ത് അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് വന്ന് നമസ്കാരം നിർവഹിക്കുമ്പോൾ നിനക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കാൾ അല്ലാഹു കൊടുക്കുന്നു. ആർക്കാ കൊടുക്കുന്നത്? അല്ലാഹുവിനെ ആരാധിക്കുന്ന ആബിദീങ്ങളെക്കാൾ അല്ലാഹു മഹത്വം കൊടുത്തിരിക്കുന്നു. എന്ത് മഹത്വമാണ്? كل سمائه والأرض حتى الحوت مع نمل الفلاح. അല്ലാഹുവേ, ആരൊക്കെയാണ് ഇവിടുത്തെ ആലിമീങ്ങൾക്ക്, ആരൊക്കെ ആലിമീങ്ങളെ തള്ളിപ്പറഞ്ഞാൽ ഞാൻ സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയുകയാ, മലബാറിന്റെ മക്കൾ ആലിമീങ്ങളെ തള്ളിപ്പറയൂല, മലപ്പുറത്തിന്റെ മക്കൾ ആലിമീങ്ങളെ തള്ളിപ്പറയൂല, കുന്നുംപുറത്തെ കുളപ്പുറത്തെ മക്കൾ ആലിമീങ്ങളെ തള്ളിപ്പറയൂല. കാരണം ആലിമീങ്ങളുടെ മഹത്വം അറിഞ്ഞവരാണ്, ആലിമീങ്ങളുടെ മഹാത്മ്യം മനസ്സിലാക്കിയവരാണ്. ഇവിടെ ആലിമീങ്ങൾ ഓടിച്ചാടി നടന്ന മണ്ണാണ്. ഏതെങ്കിലും ഒരു മണ്ണെടുത്ത് മണത്ത് നോക്കിയാൽ ദീനിന്റെ മറുമണം കാണുമെങ്കിൽ അത് മലബാറിന്റെ മണ്ണിനല്ലേ മറുമണമുള്ളത്. അതുകൊണ്ട് ഒരിക്കൽ പോലും ഇവിടത്തെ ആളുകൾ പണ്ഡിതന്മാരെ ആക്ഷേപിക്കൂല. അതുകൊണ്ടാണ് ഒരു പണ്ഡിതന്റെ നാമധേയത്തിൽ ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട് ഹുബ്ബുർ റസൂൽ എന്ന് പേര് വെച്ചപ്പോൾ ഈ രാത്രിയിൽ ഇവിടെ ഒരുമിച്ച് ഓടിയതിന്റെ കാരണം എന്താ? അല്ലാഹുവേ, നമ്മളറിയാതെ നമ്മളെ കൊണ്ട് ചില പ്രവർത്തനങ്ങൾ അല്ലാഹു ചെയ്യിപ്പിക്കുകയാ. ഈ പണ്ഡിതന്മാർക്ക് വേണ്ടിയിട്ട് പൊറുക്കലിനെ ചോദിക്കുന്നതാരെന്നറിയോ? ആരൊക്കെയാണ് ഈ പണ്ഡിതന്മാർക്ക് വേണ്ടിയിട്ട് മഹത്വത്തിനു വേണ്ടി വാഴ്ത്തുന്നതാരെന്നറിയോ? അരുവികളിലൂടെ ഒഴുകുന്ന, അരുവികളിലൂടെ കളകളാരവം മുഴക്കി ഒഴുകുന്ന അരുവികളിലൂടെ പരൽ മത്സ്യങ്ങൾ പോകുന്നില്ലേ? പരൽ മത്സ്യങ്ങൾ ആദരണീയനായ ശൈഖുനാ കുളപ്പുറം ഉസ്താദിന് വേണ്ടി പൊറുക്കലിനെ തേടുകയാ. ഇവിടുത്തെ ആലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുകയാ. അതൊരു ഈമാനുള്ള മനുഷ്യന് കിട്ടൂല, അത് സാധാരണക്കാരായ മനുഷ്യന് കിട്ടൂല. ഞാൻ ആരെയും ആക്ഷേപിക്കുന്നതല്ല സഹോദരങ്ങളെ. ഇൽമെന്ന് പറയുന്നത് പണ്ഡിതന്മാരിൽ നിന്ന്, പണ്ഡിതന്മാരെ പ്രവാചകന്മാരിൽ നിന്ന് നേരിട്ട് വാങ്ങിയത്.